ഹായ് മക്കളെ, എല്ലാവർക്കും എക്സോഡസ് റേസേഴ്സിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ CSEB എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്സാം കാലണ്ടർ ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാസം അതിന്റെ പിന്നത്തെ മാസമായിട്ടൊക്കെ എക്സാം നടക്കുന്നുണ്ട്. പിന്നെ പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉടനെ തന്നെ അത്യാവശ്യം വേക്കൻസീസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ജോലിയിലേക്ക് എത്താം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രയത്നിക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സക്സസിനൊരു ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒന്നില്ല. പലരും പറയാറുണ്ട് മോട്ടിവേഷന് വേണ്ടി പറയാൻ എളുപ്പമാണ്, സ്മാർട്ട് വർക്ക് ആണ് ഹാർഡ് വർക്കിനേക്കാൾ നല്ലതെന്ന്. പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് ഹാർഡ് വർക്കിലൂടെ മാത്രമേ പോസിബിൾ ആവൂ. അല്ലാതെ ഒരിക്കലും ഒരു സ്മാർട്ട് വർക്ക് കൊണ്ട് മാത്രം പറ്റില്ല. ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് മാത്രമേ എങ്ങനെ സ്മാർട്ട് വർക്ക് ചെയ്യണമെന്ന് അറിയാനായിട്ടും സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്മാർട്ട് വർക്കിനേക്കാൾ ഹാർഡ് വർക്കിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങനെ സക്സസിലേക്ക് എത്താൻ പറ്റുന്ന സ്മാർട്ട് വർക്കുകൾ എന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാങ്ക് കസ്റ്റമേഴ്സ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കറിയാം, ബാങ്കിൽ പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. സാധാരണ വ്യക്തികൾ പോയി അക്കൗണ്ട് എടുക്കാറുണ്ട്, സ്ഥാപനങ്ങൾ അക്കൗണ്ട് എടുക്കാറുണ്ട്, സൊസൈറ്റികൾ അക്കൗണ്ട് എടുക്കാറുണ്ട്. അപ്പൊ ബാങ്കിൽ ഇങ്ങനെ പലവിധ ആൾക്കാർ വന്ന് അക്കൗണ്ടുകൾ എടുക്കുമ്പോൾ അതിൽ ചില ആൾക്കാരെ മാത്രം സ്പെഷ്യൽ ടൈപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്തുകൊണ്ടായിരിക്കാം? അവർക്ക് സാധാരണ കസ്റ്റമേഴ്സിനെ പോലെ അല്ലാതെ ചില പരിഗണനകൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം ബ്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തികളാണ് പോകുന്നതെങ്കിൽ, അർദ്ധനാക്ഷൻ ലേഡീസ് ആണ് പോകുന്നതെങ്കിൽ, മൈനർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അക്കൗണ്ട് എടുക്കുന്നതെങ്കിൽ, നമുക്കറിയാം മൈനർ എന്ന് പറയുമ്പോൾ തന്നെ അയാൾക്ക് സാധാരണ കോൺട്രാക്റ്റിൽ പോലും പറ്റില്ല എന്ന് നമുക്കറിയാവുന്ന. അപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് പറ്റുമോ? അപ്പൊ ഇവർക്കെല്ലാം പറ്റുമെങ്കിലും സ്പെഷ്യൽ കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാം, നമ്മൾ ഇത് പഠിക്കുമ്പോൾ സാധാരണ ടോപ്പിക്കിൽ മാരീഡ് വുമൺ എന്ന് പറഞ്ഞ് പഠിക്കാറുണ്ട്. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ ആണ്. പക്ഷേ നമ്മുടെ PSC എക്സാം പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, അത് മാരീഡ് വുമണിനെ ജെയ്ബിന്റെ ടെക്സ്റ്റ് വെച്ചിട്ട് നോക്കിയാൽ പോലും മാരീഡ് വുമൺ ഒരു സ്പെഷ്യൽ ടൈപ്പ് ആയിട്ട് പരിഗണിക്കാത്ത ഓതേഴ്സും ഉണ്ട്. അൺരജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ്, അൺരജിസ്റ്റേർഡ് ബോഡീസ് ഒക്കെ സ്പെഷ്യൽ ടൈപ്പ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. കാരണം അവർ രജിസ്റ്റേർഡ് ബോഡീസ് ആയിട്ടല്ല വരുന്നത്. അപ്പൊ അതിനെ സ്പെഷ്യൽ ടൈപ്പ് ആയിട്ട് പരിഗണിക്കാറുണ്ട്. എന്നാൽ മാരീഡ് വുമണിനെ സ്പെഷ്യൽ ടൈപ്പായി പരിഗണിക്കാത്ത ഓതേഴ്സും ടെക്സ്റ്റുകളും ഉണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകം പഠിച്ചു വെക്കുക മക്കളെ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്, മൈനേഴ്സ് എന്നുള്ളത്. അതിലേക്ക് കടക്കുകയാണ് കേട്ടോ. അതിനു മുൻപ് തന്നെ ഞാൻ നിങ്ങളോട് കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ പുതിയ ബാച്ച്, നമ്മുടെ ഓൺലൈൻ ബാച്ച് പുതിയ ആപ്ലിക്കേഷൻ ത്രൂ ആണ്. ആൻഡ്രോയിഡ്, ഐഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. നമ്മളെ 6 അതായത് ജൂൺ മാസം 6-ാം തീയതി 2024 നമ്മുടെ പുതിയ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സ്ആപ്പ് നമ്പർ, നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ കോൾ ചെയ്താലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ 9544145520 എന്ന് പറയുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡയൽ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് നോക്കാം. മൈനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875, every person domiciled in India, including a minor for whom a guardian for the person or property is appointed by a court, attains the age of majority on his or her completing the age of 18 years. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം മെജോറിറ്റി ആക്ട് 1875 പ്രകാരം ഇന്ത്യയിൽ ഒരു വ്യക്തി ജനിച്ചിട്ടുണ്ടെങ്കിൽ 18 വയസ്സ് വരെയാണ് മൈനർ എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം, കോടതി ഒരു വ്യക്തിക്ക് ഒരു ഗാർഡിയനെ അപ്പോയിന്റ് ചെയ്ത് കൊടുത്താൽ, അതായത് നാച്ചുറൽ ഗാർഡിയൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരു കോടതി ഇടപെട്ടുകൊണ്ട്, നമ്മളത് പഠിക്കും കേട്ടോ, ഒരു ഗാർഡിയനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് 18 വയസ്സാകുന്നത് വരെ മൈനർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. നേരത്തെ നമ്മൾ നേരത്തെ പഠിക്കുന്ന രീതിയിൽ വെച്ചാണ് 21 വയസ്സായിരുന്നു കേട്ടോ, 21. ഇപ്പോഴങ്ങനെയല്ല, 18 വയസ്സെന്ന് പഠിച്ചാൽ മതിയാകും. നമ്മൾ ജെയ്ബിന്റെ ടെക്സ്റ്റ് ആണ് റെഫർ ചെയ്യുന്നത്, അതുകൊണ്ട് കൃത്യമായിട്ടത് ഓർത്തു വയ്ക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നോക്കാം നമുക്ക് അടുത്തത്. അപ്പോ ഇതിൽ തന്നെ നിങ്ങൾ പഠിച്ചു, 18 വയസ്സ് തികയുന്നവരെ ഒരു കുട്ടിയെ മൈനർ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. പ്രായപൂർത്തിയാകുന്നത് 18 വയസ്സ്. ക്ലിയർ ആണേ? അടുത്തത് ഡെഫിനിഷൻ ഓഫ് നാച്ചുറൽ ഗാർഡിയൻ ഓഫ് എ ഹിന്ദു മൈനർ. അതായത് ഹിന്ദു മൈനർ, ഹിന്ദു കാറ്റഗറിയിൽ പെടുന്ന മൈനേഴ്സിന് വേണ്ടിയുള്ള ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത്. ഒരു ഹിന്ദു മൈനറിന്റെ നാച്ചുറൽ ഗാർഡിയൻ ആരാണ് എന്ന് ചോദിച്ചു. അപ്പൊ പഠിച്ചു വെക്കുക, നാച്ചുറൽ ഗാർഡിയൻ ഓഫ് എ ഹിന്ദു മൈനർ ആസ് പെർ സെക്ഷൻ 6 ഓഫ് ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് 1956. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഡെഫിനിഷനും പഠിച്ചു വയ്ക്കണം. ഇത് ഏത് രീതിയിൽ, ഏത് ആക്ട് പ്രകാരമാണെന്ന് പഠിച്ചു വയ്ക്കണം. 1956 ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ടിലാണ് ഹിന്ദു മൈനറിന്റെ നാച്ചുറൽ ഗാർഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. എങ്ങനെയാണ്?
the natural guardian of a Hindu minor in respect of the minor's person as well as in respect of the minor's property. അതായത് ഒരു മൈനറിന്റെ പ്രോപ്പർട്ടി ആണെങ്കിലും മൈനേഴ്സിന്റെ രീതിയിൽ അദ്ദേഹത്തിന് വേണ്ടിയാണ്, ഒരു മൈനറിന് വേണ്ടിയാണ് ഗാർഡിയനെ വെക്കുന്നതെങ്കിലും എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് പഠിക്കുകയാണ് ഇൻ കേസ് ഓഫ് ബോയ് ഓർ ആൻ അൺമാരിഡ് ഗേൾ. അതായത് ഒരു ബോയ് ആണെങ്കിൽ അല്ലെങ്കിൽ അൺമാരിഡ് വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടി ആണെങ്കിൽ, അൺമാരിഡ് ഗേൾ അല്ലെങ്കിൽ ബോയ് ആണ് എങ്കിൽ ആരായിരിക്കും നാച്ചുറൽ ഗാർഡിയൻ? ദ ഫാദർ ആയിരിക്കും നാച്ചുറൽ ഗാർഡിയൻ. ആൻഡ് ആഫ്റ്റർ ഹിം, ഫാദർ ഇല്ലാതെ വന്നാൽ അല്ലെങ്കിൽ അതിന് ശേഷമായിട്ടായിരിക്കും മദറിനെ പരിഗണിക്കുന്നത്. പഠിച്ചു വെക്കുക. ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് 1950s പറയാണ് ബോയ് അല്ലെങ്കിൽ അൺമാരിഡ് ഗേൾ ആണെങ്കിൽ ദ ഫാദർ ഈസ് ദ നാച്ചുറൽ ഗാർഡിയൻ. ആഫ്റ്റർ ഹിം ദ മദർ പ്രൊവൈഡ് ദാറ്റ് ദ കസ്റ്റഡി ഓഫ് മൈനർ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 5 years ഷാൽ ഓർഡിനറി ബി വിത്ത് ദ മദർ. അതായത് 5 വർഷം, ജനിച്ചൊരു കുഞ്ഞ് 5 വയസ്സാകുന്നവരെ നാച്ചുറലി അമ്മയുടെ ഒപ്പം ആയിരിക്കണം അല്ലെങ്കിൽ അമ്മയായിരിക്കണം അത് നാച്ചുറൽ ആയിട്ട് കെയർ ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്. പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങളോട് സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇന്ത്യയിൽ ഒരു മൈനറിന്റെ നാച്ചുറൽ ഗാർഡിയൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായി ഉത്തരം ഫാദർ എന്ന് കൊടുക്കാം കേട്ടോ. അപ്പൊ നാച്ചുറൽ ഗാർഡിയൻ ഓഫ് എ മൈനർ എന്നൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഫാദർ എന്ന് ഉത്തരം കൊടുത്താൽ മതിയാവും. In the case of illegitimate boy or illegitimate unmarried girl, the mother after her the father. അതായത് ഇല്ലെജിറ്റിമേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ബോയ് അല്ലെങ്കിൽ അൺമാരിഡ് ഗേൾ ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിലൂടെ അല്ലാത്ത ബന്ധത്തിലൂടെ പിറക്കുന്ന കുട്ടികളാണെങ്കിൽ, ഒരു ബോയോ അൺമാരിഡ് ഗേളോ ആണെങ്കിൽ മദർ ആയിരിക്കും നാച്ചുറൽ ഗാർഡിയൻ. ആഫ്റ്റർ ഹെർ, മദറിന് ശേഷമേ ഫാദറിന് അവകാശം വരുന്നുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമായി പഠിച്ചു വെക്കുക. ഇനി ഇൻ കേസ് ഓഫ് മാരിഡ് ഗേൾ ആണെങ്കിൽ ആയിരിക്കും? സ്വാഭാവികമായിട്ടും ഹസ്ബൻഡ് ആയിരിക്കും. ശരിക്കും അതിനൊരു പ്രസക്തിയില്ല, 18 വയസ്സാണല്ലോ വിവാഹ പ്രായം എന്ന് പറയുന്നത്. അത് എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഇങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുക. മാരിഡ് ഗേൾ ആണെങ്കിൽ ഹസ്ബൻഡ് ആണ്. പ്രൊവൈഡ് ദാറ്റ് നോ പേഴ്സൺ ഷാൽ ബി എൻടൈറ്റിൽഡ് ടു ആക്ട് ആസ് എ നാച്ചുറൽ ഗാർഡിയൻ ഓഫ് മൈനർ അണ്ടർ ദ പ്രൊവിഷൻ. അതായത് നമ്മളിപ്പോ പഠിച്ചു നാച്ചുറൽ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ അച്ഛനായിരിക്കണം, അമ്മയായിരിക്കണം. എന്നാൽ ഈ നാച്ചുറൽ ഗാർഡിയനുള്ള ആ പ്രാഗൽഭ്യം അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിക്ക്. എങ്ങനെ പോകാം? സീസ് ടു ബി ഹിന്ദു, അദ്ദേഹം ഹിന്ദു ആയി തുടരുന്നില്ല, ഹിന്ദു കാറ്റഗറിയിൽ നിന്ന് കൺവേർട്ടഡ് ആയി കഴിഞ്ഞാൽ അദ്ദേഹം പിന്നീട് ആ കുട്ടിയുടെ നാച്ചുറൽ ഗാർഡിയൻ ആയിരിക്കില്ല. ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് പ്രകാരമാണ് കേട്ടോ പറയുന്നത്. ഇനി ഇഫ് ഹി ഹാസ് കംപ്ലീറ്റഡ് ആൻഡ് ഫൈനലി റിനൗൺസ്ഡ് ബൈ ദ ബിക്കമിങ് എ ഹെർമിറ്റ്, വാനപ്രസ്ഥ ഓർ അനാൻസൻ യതി ഓർ സന്യാസി, അതായത് ആ പിതാവ് ഒരു സന്യാസ ജീവിതത്തിലേക്ക് ആ കുട്ടിയുടെ പിതാവ് പോവുകയാണെങ്കിലും നാച്ചുറൽ ഗാർഡിയൻ എന്നുള്ള നിലയിൽ അദ്ദേഹം മാറും എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. ഇൻ ദിസ് സെക്ഷൻ എക്സ്പ്രഷൻ ഫാദർ ആൻഡ് മദർ ഡു നോട്ട് ഇൻക്ലൂഡ് സ്റ്റെപ്പ് ഫാദർ ആൻഡ് സ്റ്റെപ്പ് മദർ. അതായത് അച്ഛൻ അമ്മ എന്നുള്ള കാറ്റഗറിയിൽ നിന്നും സ്റ്റെപ്പ് ഫാദർ, വളർത്തച്ഛനോ വളർത്തമ്മയോ അല്ലെങ്കിൽ സ്റ്റെപ്പ് മദറോ സ്റ്റെപ്പ് ഫാദറോ ഉണ്ടെങ്കിൽ അവരെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. നന്നായി നോക്കുക. കുറെ കാര്യങ്ങൾ നോക്കേണ്ടതുകൊണ്ട് നമ്മൾ വേഗത്തിൽ പോവുകയാണ് കേട്ടോ. നോട്ടൊക്കെ നിങ്ങൾ എഴുതിയെടുത്ത് പഠിച്ചു പോന്നാൽ മതി. ഞാൻ വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ പറഞ്ഞു തരുന്നത്. നോക്കാം മക്കളെ. ഗാർഡിയൻ ഓഫ് എ മൈനർ, ഒന്നാമത് നാച്ചുറൽ ഗാർഡിയൻ ഉണ്ട്, ടെസ്റ്റിമെന്ററി ഗാർഡിയൻ ഉണ്ട്, ഗാർഡിയൻ അപ്പോയിന്റഡ് ബൈ കോർട്ട്. ഏതൊക്കെയാ? നാച്ചുറൽ ഗാർഡിയൻ ഉണ്ട്, ടെസ്റ്റിമെന്ററി ഗാർഡിയൻ ഉണ്ട്, ഗാർഡിയൻ അപ്പോയിന്റഡ് ബൈ കോർട്ട് ഉണ്ട്. എന്തൊക്കെയാ ഇത് മൂന്നും വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോവാം. ഒന്ന് നാച്ചുറൽ ഗാർഡിയൻ, വേറൊന്നുമില്ല. നാച്ചുറൽ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൃഷ്ടാവായിട്ടുള്ള നാച്ചുറൽ ഗാർഡിയൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ സ്വന്തം അച്ഛനെ തന്നെയാണ് നാച്ചുറൽ ഗാർഡിയൻ എന്ന് പറയുന്നത്. ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് 1950 സെക്ഷൻ 6 പറയാണ് ഇൻ കേസ് ഓഫ് ഹിന്ദു ബോയ് ആൻഡ് അൺമാരിഡ് ഗേൾ ഹിസ് ഫാദർ ആൻഡ് ഹിം ആഫ്റ്റർ ഹിം ദ മദർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം അച്ഛനായിരിക്കും അല്ലെങ്കിൽ അച്ഛനെയാണ് നമ്മൾ നാച്ചുറൽ ഗാർഡിയൻ എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ടെസ്റ്റിമെന്ററി ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗാർഡിയൻ അപ്പോയിന്റഡ് ബൈ ദ വിൽ ഓഫ് ദ മൈനേഴ്സ് ഫാദർ. സച്ച് ഗാർഡിയൻ ആക്ട് ഓൺലി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ഫാദർ ആൻഡ് മദർ ഓഫ് ദ മൈനർ ചൈൽഡ്. അതായത് ഒരച്ഛൻ മരണാവസ്ഥയിലാണ് എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അച്ഛൻ തന്നെ അറിഞ്ഞുകൊണ്ട് ഒരു വില്ല് എഴുതിയിട്ട് ഒരാളെ ഗാർഡിയൻ ആയിട്ട് ഒരു കുട്ടിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ വരുന്ന ഒരു ഗാർഡിയനെയാണ് ടെസ്റ്റിമെന്ററി ഗാർഡിയൻ എന്ന് പറയുന്നത്. അപ്പം സ്വന്തം അച്ഛനല്ല, പിതൃത്വം വഹിക്കുന്ന വ്യക്തിയല്ല, അദ്ദേഹം വില്ലെഴുതി മറ്റൊരാളിലേക്ക് കൈമാറുന്ന അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഗാർഡിയൻഷിപ്പ് എഴുതി കൊടുക്കുന്നതാണ് ടെസ്റ്റിമെന്ററി ഗാർഡിയൻ. അപ്പോൾ അച്ഛന്റെ മരണശേഷം മദർ ആയിരിക്കും, മദറിന് ശേഷമാണ് ഇത്തരത്തിൽ വരുന്ന ടെസ്റ്റിമെന്ററി ഗാർഡിയന്റെ റോള് വരുന്നതെന്ന് പഠിച്ചു വെക്കുക. അടുത്തത് ഗാർഡിയൻ അപ്പോയിന്റഡ് ബൈ കോർട്ട്. വേറൊന്നുമില്ല ഇതിനകത്ത് നോക്കാനായിട്ട്. ലീഗൽ ഗാർഡിയൻ നമ്മൾ പറയാറുണ്ട് കേട്ടോ. അപ്പോയിന്റഡ് ബൈ കോർട്ട് എന്ന് പറയുമ്പോൾ ലീഗൽ ഗാർഡിയൻ എന്നൊക്കെ പറയാറുണ്ട്. ഇഫ് ദർ ഇസ് നോ നാച്ചുറൽ ഗാർഡിയൻ ഓർ ടെസ്റ്റിമെന്ററി ഗാർഡിയൻ
ദ കോർട്ട് ക്യാൻ അപ്പോയിന്റ് എ ഗാർഡിയൻ. ഗാർഡിയൻ വാർഡ് ആക്ട് 1890 പ്രകാരം, അതായത് പിതാവ് നാച്ചുറൽ ഗാർഡിയൻ ഇല്ല, അത്തരത്തിൽ വില്ല് എഴുതി കൊടുത്തൊരു ടെസ്റ്റ്മെന്ററി ഗാർഡിയനും ഇല്ലാതെ വരുമ്പോൾ കോടതി ഇടപെട്ടുകൊണ്ട് ഒരു ലീഗൽ ഗാർഡിയനെ അപ്പോയിന്റ് ചെയ്യുകയാണ്. അത്തരത്തിൽ വരുന്ന ഗാർഡിയനാണ് നമ്മൾ എന്ന് പറയുന്നത് ഗാർഡിയൻ അപ്പോയിന്റഡ് ബൈ കോർട്ട് അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ. അപ്പൊ 3 തരത്തിലുള്ള നാച്ചുറൽ, ടെസ്റ്റ്മെന്ററി, ലീഗൽ അല്ലെങ്കിൽ അപ്പോയിന്റഡ് ബൈ കോർട്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പതിവായി കണ്ടിട്ടുള്ളവ അല്ലെങ്കിൽ പതിവായി CSEB എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളവയാണ്. പഠിച്ചോ മക്കളെ. ഓപ്പണിംഗ് ഓഫ് ഫിക്സഡ് ഡിപ്പോസിറ്റ്, റെക്കറിംഗ് ആൻഡ് സേവിങ്സ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, ഗാർഡിയൻഷിപ്പ് ഓഫ് മദർ ഓൾസോ ബി അലൗഡ് ബൈ RBI. അതായത് ഒരു അച്ഛനോടൊപ്പം ചേർന്ന്, സാധാരണ രീതിയിൽ ഒരു മൈനർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു മൈനർക്ക് സ്വന്തമായിട്ടൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. പറ്റുന്ന സാഹചര്യം ഉണ്ടേ, ഞാനത് പറഞ്ഞു തരാം. പക്ഷേ സാധാരണയായിട്ട് ബാങ്ക് പ്രിഫർ ചെയ്യാറുള്ളത് ഗാർഡിയനുമായി ചേർന്നുള്ള ഒരു ജോയിന്റ് അക്കൗണ്ട് ആണ് ബാങ്കുകൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ജോയിന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഗാർഡിയനുമായി ചേർന്നല്ലേ. അപ്പൊ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ പിതാവല്ലേ. പക്ഷെ RBI പറഞ്ഞിട്ടുണ്ട് പിതാവിനെ മാത്രമല്ല മാതാവിനെയും നിങ്ങളുടെ അമ്മയും വേണമെങ്കിൽ ഗാർഡിയൻ എന്ന നിലയിൽ ചേർത്തുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അത് ഏത് ആക്ടിൽ എന്തും പറഞ്ഞുകൊള്ളട്ടെ, ഞങ്ങൾക്കത് പ്രശ്നമല്ല. RBI പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അമ്മയും ചേർത്തിട്ട് എന്ത് ചെയ്യുക, ഒരു ഗാർഡിയൻ ആക്കി വെച്ചുകൊണ്ട് അക്കൗണ്ട് എടുത്തോ, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അത് ഗാർഡിയൻഷിപ്പ് അമ്മയോടൊപ്പം ചേർന്നുകൊണ്ടുള്ള ജോയിന്റ് അക്കൗണ്ട് പറ്റും, ഒരു കുഴപ്പവുമില്ല. മൈനേഴ്സ് ഓഫ് എനി ഏജ് ക്യാൻ ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. പഠിച്ചു വെച്ച ഒരു പോയിന്റ്, ഏത് പ്രായത്തിലുള്ള മൈനർക്കും, 1 വയസ്സായിക്കോട്ടെ, 2 വയസ്സായിക്കോട്ടെ, 3 വയസ്സായിക്കോട്ടെ, 5, 6, 7, 8, 10, 12, 13 വയസ്സായിക്കോട്ടെ, ഒരു മൈനർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൽ യാതൊരു നിയമ തടസ്സവും ഇല്ല. ജനിച്ചിട്ട് മാസങ്ങളായ കുട്ടികൾക്ക് വരെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയും കേട്ടോ. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പം ഏത് പ്രായത്തിലുള്ള, ഇപ്പൊ ചോദിക്കാം മിനിമം ഏജ് ടു ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ഫോർ എ മൈനർ എന്നാണ് ഒരു ചോദ്യമെങ്കിൽ അവിടെ നോ ഏജ് റിലാക്സേഷൻ എന്നോ അല്ലെങ്കിൽ ഏജ് പ്രിഫറൻസ് ഇല്ല എന്നോ പഠിക്കുന്നതാണ് നല്ലത്. ഞാൻ എന്താ പറഞ്ഞത്, ഒരു ഏജ് ചോദിക്കാൻ, ഒരു മൈനർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള മിനിമം പ്രായം ചോദിച്ചു കഴിഞ്ഞാൽ പ്രായപരിധി ഇല്ല. പക്ഷേ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തും, ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വമേധയാ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മിനിമം 10 വയസ്സാണ്. അതിന്റെ അർത്ഥം 10 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ബാങ്കിൽ ചെന്ന് അക്കൗണ്ട് എടുക്കാൻ ചെന്നാൽ പറയും ഒറ്റയ്ക്ക് പറ്റില്ല മോനെ, ഗാർഡിയനെ കൂട്ടി വരാൻ പറയും. മനസ്സിലായോ? 10 വയസ്സിന് ശേഷമുള്ള കുട്ടിയാണെങ്കിൽ പറയും നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറ്റും, കമോൺ നിങ്ങൾ വരാൻ പറയും, നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് എടുത്തു തരികയും ചെയ്യും. അപ്പൊ 10 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് അക്കൗണ്ട് എടുക്കാം. അപ്പൊ അതുകൊണ്ട് മൈനർക്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ട മിനിമം പ്രായം എന്ന് വെച്ചാൽ നോ ഏജ് പ്രിഫറൻസ് എന്ന് പറയണം. ഇനി ഇൻഡിപെൻഡന്റ് ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനെന്ന് ചോദിച്ചാലോ, അപ്പോൾ നിങ്ങൾ 10 വയസ്സിന് കൊടുക്കണം. പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബട്ട് ഒൺലി, അതായത് മൈനർ ഏത് ഏജിലുള്ള ആൾക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ബട്ട് ഒൺലി ത്രൂ ദ നാച്ചുറൽ ഓർ ലീഗൽ ഗാർഡിയൻ. കണ്ടോ, നാച്ചുറൽ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയനൂടെ മാത്രമേ 10 വയസ്സ് താഴെയുള്ളവർക്ക് പറ്റുകയുള്ളൂ. ഫാദർ ഇസ് നാച്ചുറൽ ഗാർഡിയൻ, RBI റിഫോർമെന്റ്, മദർ ക്യാൻ ഓൾസോ ഗാർഡിയൻ ഓപ്പണിംഗ് ദ ബാങ്ക് അക്കൗണ്ട്. നെക്സ്റ്റ് വൺ, on the minor attaining maturity, the guardian is not allowed to operate the account any further without confirmation from the minor who is now a major. അതായത് നാച്ചുറൽ ഗാർഡിയൻ ആയിട്ട് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ജോയിന്റ് അക്കൗണ്ട് എടുത്തു കരുതിക്കും, ഒരു 5 മാസം പ്രായമുള്ള കുട്ടി അല്ലെങ്കിൽ ഒരു 5 വയസ്സുള്ള കുട്ടി ഒരു ജോയിന്റ് അക്കൗണ്ട് എടുത്തു. 18 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ നിയന്ത്രണത്തിലാകണം, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ ഓപ്പറേഷൻസ് നടക്കില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. On attaining HAT, SY minor should transfer the balance in account and fresh opening instruction for operation by the guardian and fresh specific signature. അതായത് 18 കഴിഞ്ഞാൽ സ്പെസിഫിക് സിഗ്നേച്ചർ കൊടുത്ത് ഒന്നുകൂടെ അക്കൗണ്ട് പുതുക്കേണ്ടതായിട്ടുണ്ട്. അതൊന്നും അങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് വേഗം പോകുന്നു. ഇൻ ദ ഇവന്റ് ഓഫ് ഡെത്ത് ഓഫ് ദ മൈനർ, അതായത് ഇൻ കേസ് മൈനർ അക്കൗണ്ട് എടുത്തു, ജോയിന്റ് അക്കൗണ്ട് എടുത്തെന്നിരിക്കട്ടെ, മൈനർ മരണപ്പെട്ടാൽ ദ ഗാർഡിയൻ ഹാസ് ടു ക്ലോസ് ദ അക്കൗണ്ട്. ഗാർഡിയൻ എന്ത് ചെയ്യണം, അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. If the guardian dies during the minority of an account holder, then the balance can be paid to the minor after attaining age of അല്ലെങ്കിൽ majority. അതായത് മൈനറും ജോയിന്റ് അക്കൗണ്ട് എടുക്കുകയാണ്, മൈനറും ഗാർഡിയനും കൂടെ ചേർന്നിട്ട് ഗാർഡിയൻ മരണപ്പെടുകയാണെങ്കിൽ അന്നേരം പൈസ മൈനർക്ക് എടുക്കാൻ കഴിയില്ല. മൈനർ പ്രായപൂർത്തിയായി 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ മൈനർക്ക് ആ പണം പിൻവലിക്കാൻ കഴിയുകയുള്ളൂ. അടുത്ത നോക്കൂ മക്കളെ, minor who have completed 10 years age and could sign his name can independently opens a bank account. അതായത് 18 വയസ്സിന് ശേഷം നമ്മൾ മേജർ ആണെന്നറിയാം, പക്ഷേ ഇവിടെ പറയാണ് 10 വയസ്സിന് ശേഷമുള്ളവർക്ക് അല്ലെങ്കിൽ 10 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ന് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. സ്വമേധയാ വേറെ ആരുടെയും പരസഹായം ഇല്ലാതെ സ്വന്തമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയും.
RBI has allowed bank to offer facility like internet banking, ATM and debit card to a minor. ഒരു മൈനർക്ക് ഈ പറയുന്ന രീതി ഇന്റർനെറ്റ് ബാങ്കിങ്, ATM, ഡെബിറ്റ് കാർഡ് ഇതെല്ലാം എന്ത് ചെയ്യും ഒരു മൈനർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും പഠിച്ചു വെക്കുക. മൈനേഴ്സ് കനോട്ട് ഓപ്പൺ എ കറണ്ട് അക്കൗണ്ട്. മക്കളെ, മൈനർക്ക് ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. പതിവായി CSEBക്ക് വരുന്ന CSEBയുടെ ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളിൽ അല്ലെങ്കിൽ ഓപ്ഷനിൽ ഒന്നാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, കറണ്ട് അക്കൗണ്ട് മൈനർക്ക് കഴിയുമോ, ഓപ്പൺ ചെയ്യാൻ കഴിയുമോ? പറ്റില്ല. കറണ്ട് അക്കൗണ്ട് എന്ന് പറയാൻ ഒരു ബിസിനസ് മാനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. എത്ര വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം, എത്ര തവണ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. ലിമിറ്റേഷൻസ് ഇല്ലാത്ത ബിസിനസ് ഓപ്പറേഷൻസിന് വേണ്ടി വരുന്ന പലിശ രഹിത ബാങ്ക് അക്കൗണ്ട് ആണ് കറണ്ട് അക്കൗണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ കറണ്ട് അക്കൗണ്ട് പറ്റുമോ മക്കളെ? പറ്റില്ല. ഓക്കെ ആണേ. two or more minors cannot open a joint account. ഒന്നോ രണ്ടോ മൂന്നോ പേർക്ക് ചേർന്ന് ജോയിന്റ് അക്കൗണ്ടുകൾ എടുക്കാൻ കഴിയും. പക്ഷേ രണ്ടോ അതിലധികമോ മൈനേഴ്സിന് ചേർന്നുകൊണ്ട് ഒരു ജോയിന്റ് അക്കൗണ്ട് എടുക്കാൻ ബാങ്ക് അനുവദിക്കില്ല. 2 or more minors cannot open a joint account. CSEBയുടെ പതിവായി വരുന്ന ഇഷ്ട ചോദ്യങ്ങളിൽ മറ്റൊന്ന്. അടുത്തത്, നോ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവൈലബിൾ ടു ആ മൈനർ അക്കൗണ്ട്. മൈനർക്ക് കറണ്ട് അക്കൗണ്ട് എടുക്കാൻ കഴിയില്ല, പിന്നെ ഓവർഡ്രാഫ്റ്റ് പറ്റില്ല. കാരണം എന്താ? ഓവർഡ്രാഫ്റ്റ് കോമൺ ആയിട്ട് കൊടുക്കുന്നത് കറണ്ട് അക്കൗണ്ടിനാണ്. പക്ഷെ ഓവർഡ്രാഫ്റ്റ് കൊടുക്കുന്നത് മറ്റ് അക്കൗണ്ടുകളുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. കോമൺ ആയി കണ്ടുവരുന്നത് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഏതിന് കഴിയില്ല? മൈനേഴ്സ് അക്കൗണ്ടിന് പറ്റില്ല. മൈനർക്ക് കറണ്ട് അക്കൗണ്ട് പറ്റില്ല എന്നുള്ളപ്പോൾ തന്നെ അത് അവിടെ ഉണ്ട്, ഇൻബിൽറ്റഡ് ആണ് കേട്ടോ, എങ്കിലും പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി പറ്റില്ല. ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഫൻ ഓവർഡ്രാഫ്റ്റ് അഡ്വാൻസ് ഗ്രാൻഡ് മൈനർ ഈവൻ ബൈ മിസ്റ്റേക്ക് ഓർ അൺഇൻറ്റൻഷനലി, മനഃപൂർവ്വം അല്ലാതെയോ അറിയാതെ അങ്ങനെ ഒരു ഓവർഡ്രാഫ്റ്റ് കൊടുത്തു എന്നിരിക്കട്ടെ, പിന്നെ ആ തുക തിരികെ എടുക്കാനായിട്ട് യാതൊരു മാർഗവുമില്ല. നഷ്ടപ്പെട്ട തുക നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അത് ഓർത്ത് വെക്കുക. ഒരു കാര്യം ഞാനത് പറഞ്ഞിരുന്നു, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ദയവായിട്ട് ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. 6/6/2024 നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നുകൊണ്ടാണ്, അതിനെ ബേസ് ചെയ്തുള്ള എക്സാംസ്, മോഡൽ എക്സാംസ്, സബ്ജക്ട് വൈസ് എക്സാംസ് എല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഓൺലൈൻ ബാച്ച് വരുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. അടുത്ത പോയിന്റ് നോക്കാം. Might not take a premature withdrawal of FD, but bank will allow premature closing of urgent case like a minor education, livelihood of or any necessity of the minor. Bank make sure that the utilization of amount for benefit of minors only. അതായത് പ്രീമച്വർ വിഡ്രോവൽ അനുവദിക്കില്ല. ഒരു മൈനർ ഫിക്സഡ്, എന്താ പ്രീമച്വർ എന്ന് അറിയാലോ? ഫിക്സഡ് ഡിപ്പോസിറ്റ് 1 വർഷത്തേക്ക് ഞാൻ ഇടുകയാണ്, 1 വർഷത്തിന് മുൻപ് ഞാൻ ആ പണം പിൻവലിച്ചാൽ അതിനെ പറയുന്നതാണ് പ്രീമച്വർ വിഡ്രോവൽ. കാലാവധിക്ക് മുൻപ് പണം പിൻവലിക്കുക എന്ന് പറയും. അത്തരത്തിൽ പിൻവലിച്ചു കഴിഞ്ഞാൽ പലിശ മുഴുവൻ കിട്ടില്ല, ഒരു ചെറിയ ഫൈൻ ഈടാക്കും. ഇതെല്ലാം നിങ്ങൾക്കറിയാം. ഒരു മൈനർക്ക് ഒരു കാരണവശാലും പ്രീ മെച്വർ വിഡ്രോവൽ അനുവദിക്കില്ല എന്ന് തന്നെ പഠിച്ചു വെച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇൻ കേസ് മൈനറുടെ എഡ്യൂക്കേഷനോ മൈനറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രധാനപ്പെട്ട ആവശ്യമാണെങ്കിൽ അത് ബാങ്കർക്ക് വേണമെങ്കിൽ അനുവദിച്ചു കൊടുക്കാം. പക്ഷേ നാച്ചുറലി ഒരു മൈനർക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടാൽ പ്രീമച്വർ ക്ലോസിംഗ് അല്ലെങ്കിൽ പ്രീമച്വർ വിഡ്രോവൽ സാധ്യമല്ല എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. Then there is no maximum limit for fixed deposit by a minor. ഒരു മൈനർക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാം, എത്രയെന്ന് പറയുന്നുണ്ടോ? ഇല്ല. എത്ര ലക്ഷങ്ങൾ വേണേലും ഇടാമെന്നുള്ളതാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ ചില ബാങ്കുകൾ ചില ലിമിറ്റേഷൻസ് വയ്ക്കാറുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷെ നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്, നമ്മൾക്ക് ആൻസർ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. ഒരു മൈനർക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്നതിൽ മാക്സിമം റെഗുലേഷൻസ്, ലിമിറ്റ് ഇല്ല എന്നുള്ളത് തന്നെ പഠിച്ചു വെക്കുക. മൈനേഴ്സ് കനോട്ട് ടേക്ക് ലോൺ അഗൈൻസ്റ്റ് FD. ഫിക്സഡ് ഡിപ്പോസിറ്റ് വെച്ചുകൊണ്ട് ലോൺ എടുക്കാൻ കഴിയുമോ? കഴിയില്ല കേട്ടോ. സാധാരണ രീതിയിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ലോൺ എടുക്കാൻ പറ്റും. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ബാങ്കിന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ്, അതേ ബാങ്കിൽ തന്നെ ആ ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസിപ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് അതിന്മേൽ ലോൺ എടുക്കാം. ഒരു 10 ലക്ഷമാണ് വെച്ചിരിക്കുന്നത്, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിന്റെ ഒരു 4 ലക്ഷം രൂപയൊക്കെ ലോൺ എടുക്കുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല. നമുക്ക് ആ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒരു സെക്യൂരിറ്റി ആയി വെച്ചുകൊണ്ട് നമുക്ക് 4 ലക്ഷം ആ ബാങ്കിൽ, അതേ ബാങ്കിലെ പറ്റുള്ളൂ, മറ്റു ബാങ്കുകളിൽ പറ്റില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ കൊണ്ട് കൊടുത്തിട്ട് ലോൺ എടുക്കാൻ കഴിയില്ല. സ്വന്തം ബാങ്കിൽ മാത്രമേ സ്വന്തം FD വെച്ചുകൊണ്ട് ലോൺ എടുക്കാൻ അനുവദിക്കുള്ളൂ. അതും പഠിച്ചു വയ്ക്കുക. പക്ഷേ ഒരു മൈനർക്ക് ഇതൊന്നും അനുവദിക്കില്ല. മൈനേഴ്സ് കനോട്ട് ടേക്ക് ലോൺ അഗൈൻസ്റ്റ് ഫിക്സഡ് ഡിപ്പോസിറ്റ്. പക്ഷെ പറയുന്നുണ്ട് നോക്കിയേ, അത് പഠിച്ചു വെക്കുക. ഇനി ഒരു കാര്യം നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാം. മൈനേഴ്സ് നോട്ട് കേപ്പബിൾ ഓഫ് എൻറ്ററിംഗ് ഇൻ ടു വാലിഡ് കോൺട്രാക്ട് ആൻഡ് കോൺട്രാക്ട് എൻറ്റേർഡ് ബൈ എ മൈനർ ഈസ് വോയിഡ്. വോയിഡ് അബിനേഷൻ ഫ്രം ദ വെരി ബിഗിനിങ്. അതായത് മക്കളെ വേറൊന്നുമില്ല, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ ഒരു മൈനർക്ക് അനുവാദമില്ല. 18 വയസ്സ് പൂർത്തിയായിട്ടില്ല. അപ്പോ ഇന്ത്യൻ നിയമപ്രകാരം ഒരു കോൺട്രാക്ട്, ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാനായിട്ട് മൈനർക്ക് അനുവാദം ഇല്ല. അഥവാ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വോയിഡ് ആയിരിക്കും, അതിന് വാലിഡിറ്റി ഉണ്ടാവില്ല.
അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞ വേർഡ് പഠിച്ചു വയ്ക്കണേ. ചോദ്യം ഇംഗ്ലീഷ് വരുന്നതാണ്. വൺ വേർഡിന്റെ അത് ചോദിക്കുന്നതാണ്. ഫ്രം ദ വെരി ബിഗിനിങ് എന്നാണ് കേട്ടോ. അതെന്നാണ് കോൺട്രാക്ട്, അന്ന് മുതൽ അതിന് നോ വാലിഡിറ്റി. A contract for the supply and necessity of the life as per the statute of the party to minor is valid contract. അതായത് മൈനറിന്റെ എന്തെങ്കിലും പ്രധാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ വാലിഡ് ആയിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം. പക്ഷെ നാച്ചുറലി ചോദിക്കുമ്പോൾ ഒരു മൈനർക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? പറ്റില്ല എന്ന് തന്നെ പഠിച്ചു വയ്ക്കുക. Okay, in the same way, minor can also recover money from others if advance, since minor can be beneficiary. അതായത് മൈനർക്ക് വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് പണം മേടിക്കാം, അതിലൊന്നും തർക്കമില്ല. പക്ഷെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന ആൾ പെട്ടുപോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. If a minor has happened to receive some benefit under a void contract, he cannot be asked to return or refund such benefit. അതായത് പണം മൈനർക്ക് കൊടുത്തു കടവായിട്ട് ഇൻ കേസ് എന്തെങ്കിലും ചതിയിൽ പെട്ടിട്ട് പണം തിരികെ വരാതിരുന്നു കഴിഞ്ഞാൽ പോയവന് നഷ്ടപ്പെട്ടവന് പോയി എന്നുള്ളതേ ഉള്ളൂ. കാരണം അത് തിരികെ മേടിക്കാൻ ലീഗലായിട്ട് റെമഡി ഇല്ല. കാരണം ഒരു മൈനറുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ അനുവാദമില്ലാത്തത് തന്നെയാണ് കാരണം. ശരി, അടുത്ത് നോക്കാം. മൈനർ cannot make നോമിനേഷൻ ബട്ട് ക്യാൻ ബിക്കം നോമിനി ഇൻ എനി അക്കൗണ്ട്. അടേ, ഒരു മൈനർക്ക് നോമിനേഷൻ കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം, ഇപ്പോ ഒരു മൈനർ, ഇതൊരു മൈനർ ആയിട്ടുള്ള കുട്ടിയാണെന്നിരിക്കട്ടെ. അപ്പം ഇവൻ ബാങ്കിൽ ചെന്നിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവൻ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് ഇവന്റെ അക്കൗണ്ടിൽ ഒരു നോമിനിയെ വെക്കണമല്ലോ. നോമിനി, നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ ബാങ്കിൽ നോമിനിയെ വെക്കാറുണ്ട് അല്ലെ. നോമിനിയെ വെക്കണം. അപ്പൊ നമ്മൾ ബാങ്കിൽ നോമിനിയെ വെക്കാറില്ലേ? അപ്പോൾ ഒരു മൈനർ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ അവിടെ അച്ഛനും അമ്മയും ആരെ നോമിനി ആയിട്ട് വെക്കാൻ പറ്റില്ല. നോമിനി അപ്പോയിന്റ് ചെയ്യാൻ കഴിയില്ല. പഠിച്ചു വെച്ചോ, CSCB നിങ്ങളെ രക്ഷിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ്. മൈനർക്ക് നോമിനി അപ്പോയിന്റ് ചെയ്യാൻ കഴിയില്ല. ഇനി അച്ഛനോ അമ്മയോ ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛൻ ബാങ്കിൽ ചെന്നിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നിരിക്കട്ടെ. ബാങ്കിൽ ചെന്നിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്റെ മകനെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു നോമിനി ആയിട്ട് വെക്കാൻ പറ്റും. അതിന്റെ അകത്ത് നിയമ തടസ്സങ്ങളൊന്നുമില്ല കേട്ടോ. അതിന് തടസ്സങ്ങളൊന്നുമില്ല. പിതാവിനോ മാതാവിനോ എന്ന് പറഞ്ഞാൽ മൈനർക്ക് നോമിനിയായി നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ മൈനർക്ക് ഒരു നോമിനേഷൻ വെക്കാൻ സാധിക്കില്ല. പറഞ്ഞത് ക്ലിയർ ആണോ? മൈനർക്ക് ഒരു നോമിനിയെ തന്റെ അക്കൗണ്ടിൽ വെക്കാൻ സാധിക്കില്ല. പക്ഷെ മൈനർക്കൊരു നോമിനി ആവുന്നതിൽ തെറ്റുമില്ല. പഠിച്ചു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ ഈ പോയിന്റ് അതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. Minor cannot appoint agent, but he can become agent. But for any action taken by the minor agent, principal will liable for it. ഇതേപോലെ തന്നെ മൈനർക്ക് ഒരു ഏജന്റിനെ വെക്കാൻ സാധിക്കില്ല. അതായത് മൈനർക്ക് തന്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ മറ്റൊരു ഏജന്റിനെ ഏൽപ്പിക്കുക. എടാ, എനിക്ക് ഇന്ന് പറ്റില്ല, നീ എന്റെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു, ഏജന്റിനെ വെക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ മൈനർക്ക് വേണമെങ്കിൽ മറ്റൊരാളുടെ ഏജന്റായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാം. മൈനർ മറ്റൊരാളുടെ ഏജന്റായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചു, എന്തെങ്കിലും നഷ്ടം അദ്ദേഹത്തിന് സംഭവിച്ചു കഴിഞ്ഞാൽ മൈനർ ഉത്തരവാദി ആയിരിക്കില്ല, പ്രിൻസിപ്പൾ ആയിരിക്കും ഉത്തരവാദിയായിട്ട് വരുന്നത്. അതാണ് ഈ പോയിന്റ് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നത്. രണ്ടും പഠിക്കുക. അടുത്തടുത്ത് വരുന്ന പോയിന്റുകളാണ്. ഇനി നോമിനേഷന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. നോമിനേഷൻ ക്യാൻ ബി അക്സെപ്റ്റഡ് ഇൻ കേസ് ഓഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് മൈനർ where the account is operated by minor's father or minor's mother, but nomination cannot be accepted if the account operated by minor himself. വേണമെങ്കിൽ അച്ഛനോ അമ്മയോ ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് നിൽക്കുന്ന മൈനർക്ക് നോമിനേഷൻ വയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത് മൈനർക്ക് നോമിനേഷൻ പറ്റുമോ എന്നായിരിക്കും ചോദ്യം. പറ്റില്ല. മൈനർക്ക് നോമിനി ആവാമോ എന്ന് ചോദിച്ചാൽ നോമിനി ആവാൻ പറ്റും. മൈനർക്ക് ഏജന്റിനെ വെക്കാമോ? പറ്റില്ല. മൈനർക്ക് ഏജന്റ് ആവാമോ? പറ്റും എന്നാണ് പഠിക്കേണ്ടത്. ഇനി അടുത്തത്, എ മൈനർ മേ ഡ്രോ, എൻഡോസ്, നെഗോഷിയേറ്റ് എ ചെക്ക്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, but he cannot be held liable on such check or bill. He cannot be sued in respect of bill accepted by him during his minority. Such bill or check nevertheless will be valid instrument and all other parties will be liable in the respective capacity. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് സെക്ഷൻ 26, ഈ സെക്ഷൻ ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. NA Act 1881 സെക്ഷൻ 26 പറയുന്നു, മൈനർക്ക് ഒരു ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്നതിലോ ചെക്ക് എഴുതി കൊടുക്കുന്നതിലോ പ്രോമിസറി നോട്ട് എഴുതി കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പറ്റും, അതിന് വാലിഡിറ്റി ഉണ്ട്. പക്ഷേ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ട് പണപരമായ ഇടപാടാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ മൈനർ ഉത്തരവാദിയായിരിക്കില്ല, മറ്റുള്ള എല്ലാ പാർട്ടികളും അതിന് ഉത്തരവാദികളായിരിക്കും. പറഞ്ഞു മനസ്സിലായോ? മൈനർ ഒഴികെയുള്ളവരെല്ലാം ഉത്തരവാദിയായിരിക്കും, മൈനർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കും. പറഞ്ഞത് മനസ്സിലായോ? ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. എ മൈനർ cannot be partner in a firm. ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ മൈനറെ അപ്പോയിന്റ് ചെയ്യാൻ കഴിയില്ല, കാരണം മൈനർ ആണല്ലോ, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ലല്ലോ. ഇൻ കേസ് however, according to section 30 of Indian Partnership Act 1932, he can be admitted to the benefit of partnership with the consent of all partners. വേണമെങ്കിൽ
പാർട്ട്നേഴ്സ് എല്ലാവരും സമ്മതിക്കുകയാണ്, ആ കുട്ടിയും കൂടെ ചേർത്തു, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നെല്ലാ പാർട്ട്നേഴ്സും സമ്മതിച്ചാൽ വേണമെങ്കിൽ മൈനർക്ക് ആ പാർട്ട്ണർഷിപ്പിലേക്ക് എൻ്റർ ആവാം, തെറ്റില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, മൈനർക്ക് നാച്ചുറലി ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ മെമ്പർഷിപ്പ് അനുവദിക്കുന്നതല്ല. ബട്ട് ഹി വിൽ നോട്ട് ബി ലൈബിൾ ഫോർ ദ ലോസസ് ഓർ ഡെപ്റ്റ് ഓഫ് ദ ഫേം. ഡേ പാർട്ട്ണർഷിപ്പിൽ കയറിക്ക് കുഴപ്പമൊന്നുമില്ല, മൈനർ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനർ അവിടെ ഉത്തരവാദി ആയിരിക്കില്ല, മൈനർ കഴിയൊഴിയും, ബാക്കിയുള്ളവരെല്ലാവരും അതിന് ഉത്തരവാദികളായിരിക്കും കേട്ടോ, പഠിച്ചു വെക്കണം. A minor who has been admitted to partnership firm cannot draw a check. ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ നമ്മൾ പറഞ്ഞു ചെക്ക് എഴുതി കൊടുക്കാം മൈനർക്ക്, കുഴപ്പമൊന്നുമില്ല ഇൻഡിപെൻഡന്റ് ആയിട്ട്. പക്ഷേ പാർട്ണർഷിപ്പ് ഫേമിൽ കയറിയ ഒരു മൈനർ ആ പാർട്ണർഷിപ്പിന് വേണ്ടി ചെക്ക് എഴുതി കൊടുക്കാൻ കഴിയില്ല, അത് വാലിഡിറ്റി ഉണ്ടായിരിക്കില്ല. അത് നിങ്ങൾ പഠിച്ചു വെക്കണം, ചോദ്യം വന്നിട്ടുള്ളതാണ്. Within 6 months after he attained the majority, he should refuse section 37 of Indian Contract Act, Indian പാർട്ണർഷിപ്പ് ആക്ട് 1932 പറയാണ്. ഇപ്പം പാർട്ണർഷിപ്പിലേക്ക് എൻ്റർ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, മൈനോറിറ്റിയിൽ നിന്നും മജോറിറ്റി ആയി, അതായത് 18 വയസ്സായി കഴിഞ്ഞാൽ 18 വയസ്സായി തൊട്ടടുത്ത 6 മാസത്തിനുള്ളിൽ അദ്ദേഹം, തൊട്ടടുത്ത പോയിന്റിൽ ഞാൻ നന്നായിട്ട് പറയുന്നുണ്ട്, ഒരു പബ്ലിക് നോട്ടീസ് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞ് അറിയാമോ? അതായത് ഞാൻ ഇനി തുടരുന്നുണ്ടോ ഇനി തുടരുന്നില്ലയോ എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഒരു പബ്ലിക് നോട്ടീസ് കൊടുക്കണം 18 വയസ്സായി കഴിഞ്ഞാൽ കേട്ടോ. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ, ഇല്ലെങ്കിൽ അദ്ദേഹം ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാത്തിനും ഉത്തരവാദിയായിരിക്കും എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചു മൈനർ ഉത്തരവാദി അല്ലെന്ന്. ഇങ്ങനെ ഒരു പബ്ലിക് നോട്ടീസ് കൊടുക്കണം, ഇല്ലെങ്കിൽ ഉത്തരവാദിയായി മാറും. അതന്നെ ഇവിടെ പറയുന്നത്, മൈനർ ക്യാൻ ബി അഡ്മിറ്റഡ് ടു ബെനിഫിറ്റ് ഓഫ് പാർട്ണർഷിപ്പ് വിത്ത് ദ കൺസെന്റ് ഓഫ് ഓൾ പാർട്ണേഴ്സ്. എല്ലാവരും സമ്മതിച്ചു കഴിഞ്ഞാൽ പാർട്ണർഷിപ്പിൽ കയറുന്നതിൽ തെറ്റൊന്നുമില്ല. ഹി വിൽ നോട്ട് ബി ലൈബിൾ ഫോർ ദ ലോസ് ഓർ ഡെറ്റ് ഓഫ് ദ ഫേം. ഫേമിന്റെ നാശനഷ്ടങ്ങൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. വിത്തിൻ 6 months after he attained the majority, he should repudiate his liability or give public notice as per the partnership. Otherwise, he will held liable. അല്ലെങ്കിൽ അദ്ദേഹം ഉത്തരവാദിയായി മാറും എന്ന് പറയുന്നുണ്ട്. സെക്ഷൻ 37A പ്രകാരം, 30 സബ്സെക്ഷൻ 7 സബ്സെക്ഷൻ A പ്രകാരമാണ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 അങ്ങനെ പറയുന്നുണ്ട്. അടുത്തത്, ബാങ്ക് ഡു നോട്ട് ഗ്രാൻഡ് എ ലോൺ ടു എ മൈനർ ബിക്കോസ് ഹി ഈസ് നോട്ട് കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട്. ബാങ്കുകൾ ഒരു കാരണവശാലും ഒരു മൈനർക്ക് ലോൺ കൊടുക്കില്ല. കാരണം എന്താ? അദ്ദേഹം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ യോഗ്യനല്ല എന്നുള്ളത് കൊണ്ടാണ്. നോ ഇൻസോൾവൻസി, മൈനർ കനോട്ട് ബി ഡിക്ലെയർഡ് ഇൻസോൾവെന്റ്. ഒരു മൈനർക്ക് ഇൻസോൾവെന്റ് ആകാൻ അല്ലെങ്കിൽ ഇൻസോൾവെന്റ് ആയി പ്രഖ്യാപിക്കുക, ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞാൽ പാപ്പരാവുക അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ലൈബിലിറ്റി നോക്കുമ്പോൾ ലൈബിലിറ്റി കൂടി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് ഇൻസോൾവെന്റ് എന്ന് പറയുന്നത്. ഇൻസോൾവെന്റ്. ബാങ്ക്രപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് കോടതി മുഖേന അങ്ങനെ ഉറപ്പുവരുത്തി സർട്ടിഫൈ ചെയ്യുന്നതിനാണ് ബാങ്ക്രപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇൻസോൾവൻസി ബാങ്ക്രപ്റ്റും പഠിച്ചു. ഇൻസോൾവൻസി പറഞ്ഞാൽ അസറ്റ് ലൈബിലിറ്റി നോക്കുമ്പോൾ ലൈബിലിറ്റി കൂടി നിൽക്കുന്ന പൊസിഷനാണ് ഇൻസോൾവെന്റ്. അത് ബാങ്ക് ഏറ്റെടുത്ത ബാങ്ക് അല്ല, കോടതി മുഖേന, കോടതി ഒരു ഫയൽ ചെയ്ത് കോടതി മുഖേന അത് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക്രപ്റ്റ് എന്ന് പറയും. അപ്പൊ ഒന്ന് പഠിച്ച് ഒരു കോമ്പറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല മൈനർക്ക്. അതുകൊണ്ടാണ് ലോണുകൾ ബാങ്കുകൾ കൊടുക്കില്ല. പിന്നെ ഇൻസോൾവൻസിയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇൻസോൾവൻസി ആയിട്ട് പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. നമ്മുടെ ബാച്ചിന്, ഓൺലൈൻ ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. എക്സാം വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജോലി നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ഡെഫിനേഷൻ നമ്മൾ നോക്കി 18 വയസ്സ് വരെ ആകുന്നവരെയാണ്. കോടതി ഇടപെട്ട് വെച്ചാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോയിന്റഡ് ബൈ കോർട്ട് ആണെങ്കിലും അങ്ങനെയാണ്. അൺമാരിഡ് ഗേള് ബോയ് ആണെങ്കിൽ ഫാദർ ആയിരിക്കും, ഇലെജിറ്റിമേറ്റ് ബോയ് ആണെങ്കിൽ മദർ ആയിരിക്കും, മാരിഡ് ഗേൾ ആണെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അടുത്ത് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം. 3 ഗാർഡിയൻസ് നാച്ചുറൽ ഉണ്ട്, ടെസ്റ്റ്മെന്ററി, ഗാർഡിയൻ അപ്പോയിന്റഡ് ബൈ കോർട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും, ആർക്ക് ഏത് ഏജിലുള്ള കുട്ടികൾക്കും ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ ജോയിന്റ് അക്കൗണ്ട് ആയിരിക്കണം. എന്നാൽ 10 വയസ്സ് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയും. മൈനറിന് കറണ്ട് അക്കൗണ്ട് പറ്റില്ല, 2 അതിലധികം മൈനേഴ്സ് ചെയ്യാൻ ജോയിന്റ് അക്കൗണ്ട് പറ്റില്ല, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ടാവില്ല, ലോൺ അനുവദിക്കുന്നില്ല, മാക്സിമം ഡിപ്പോസിറ്റ് ലിമിറ്റ് പറയുന്നില്ല, നോട്ട് എൻറ്റർ ഇൻ ടു വാലിഡ് കോൺട്രാക്റ്റിൽ പറ്റില്ല, മൈനർ റിസീവ്ഡ് ബെനിഫിറ്റ് ഓഫ് കോൺട്രാക്ട്, അത് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു ബെനിഫിറ്റ് കിട്ടിയാൽ പിന്നെ അത് പോയി കഴിഞ്ഞാൽ വേറൊന്നും പറയാൻ പറ്റില്ല. മൈനർക്ക് നോമിനേഷൻ വെക്കാൻ പറ്റില്ല, മൈനർക്ക് നോമിനിയായി നിൽക്കാൻ കഴിയും. മൈനർക്ക് ഏജന്റ് വെക്കാൻ കഴിയില്ല, മൈനർക്ക് ഏജന്റ് ആയിട്ട് നിൽക്കാൻ കഴിയും. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നന്നായിട്ടൊന്ന് പഠിച്ചു പോവുക. 6 മാസമായി കഴിഞ്ഞ് പാർട്ണർഷിപ്പിൽ ജോയിൻ ചെയ്ത് മജോറിറ്റിയിലെത്തി 6 മാസം കഴിഞ്ഞാൽ പബ്ലിക് നോട്ടീസ് കൊടുക്കണം എന്നുള്ള കാര്യം പഠിക്കുക. അപ്പം പ്രധാനപ്പെട്ടതാണ്. അടുത്ത ദിവസങ്ങളിൽ ഞാൻ ബാക്കിയുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാം. ഇത് കൃത്യമായി പഠിക്കുക. 100% നിങ്ങളെ സഹായിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പഠനം നല്ല രീതിയിൽ കൊണ്ടുപോകാം മക്കളെ. നല്ലൊരു ഭാവി വേണ്ടേ?
നല്ലൊരു ജോലി മേടിച്ചിട്ട് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലൊക്കെ നിവർന്നു നിൽക്കണ്ടേ നമുക്ക്, മറ്റുള്ളവരുടെ മുമ്പിൽ, കൂട്ടുകാരുടെ മുമ്പിൽ, ബന്ധുക്കളുടെ മുമ്പിൽ നമുക്ക് നിവർന്നു നിൽക്കണം നല്ലൊരു ജോലിയും കൊണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, കിട്ടുന്ന സമയം പഠനത്തിന് വേണ്ടി മുടക്കുക. സ്മാർട്ട് വർക്ക് ഒന്നുമില്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്മാർട്ട് വർക്കിലൊന്നും വിശ്വസിക്കേണ്ട, ഹാർഡ് വർക്ക് ചെയ്യുക. സ്മാർട്ട് വർക്ക് വന്ന് ചേർന്നോളൂ, അത് നമ്മുടെ ലൈഫിൻ്റെ പോക്കനുസരിച്ചിട്ട് നമുക്ക് വരാനുള്ളത് വന്ന് ചേരും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ, it's me, Jay, signing off. God bless you all and thank you.